പെരിന്തൽമണ്ണ താലൂക്കിലെ റവന്യൂ ജീവനക്കാരുടെ പ്രവർത്തന ഫലമായാണ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച തഹസിൽദാരായി തെരഞ്ഞെടുക്കപ്പെട്ടതെന്നും പുരസ്കാരം പെരിന്തൽമണ്ണയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പെരിന്തൽമണ്ണ തഹസിൽദാർ എ വേണുഗോപാൽ പറഞ്ഞു. ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം ഏറ്റുവാങ്ങും. റവന്യൂ വകുപ്പിലെ ഓഫീസുകളിൽ പൊതുജനങ്ങൾക്ക് കൂടുതൽ കാര്യക്ഷമവും സ്തുത്യർഹവുമായ സേവനം ലഭ്യമാക്കുന്ന ഓഫീസുകളെയും ഓഫീസർമാരെയും ആദരിക്കുന്നതിനായി റവന്യൂ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് പെരിന്തൽമണ്ണ താലൂക്ക് ഓഫീസ് പരിഗണിക്കപ്പെട്ടത്. തഹസിൽദാർ എ വേണുഗോപാലിനെ സംസ്ഥാനത്തെ മികച്ച പ്രിൻസിപ്പൽ തഹസിൽദാരായും തിരഞ്ഞെടുത്തു. ഏലംകുളം മുതുകുറിശി സ്വദേശിയാണ് വേണുഗോപാൽ. കഴിഞ്ഞ 3 വർഷം തുടർച്ചയായി ജില്ലയിൽ ഏറ്റവും കൂടുതൽ റവന്യൂ വരുമാനമുണ്ടാക്കിയത് 24 വില്ലേജ് ഓഫീസുകൾ ഉൾപ്പെടുന്ന പെരിന്തൽമണ്ണ താലൂക്കാണ്. താലൂക്കിലെ എല്ലാ റവന്യൂ ജീവനക്കാരുടെയും പ്രവർത്തന ഫലമാണ് ഈ പുരസ്കാര നേട്ടത്തിന് കാരണമെന്നും പുരസ്കാരം പെരിന്തൽമണ്ണയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായും എ വേണുഗോപാൽ പറഞ്ഞു. പെരിന്തൽമണ്ണ താലൂക്കിലെ ബെസ്റ്റ് തഹസിൽദാർ അവാർഡ് നേടിയതിൽ സന്തോഷമുണ്ട്. ഇത് ഇവിടുത്തെ മുഴുവൻ റവന്യൂ ജീവനക്കാർക്കും അവകാശപ്പെട്ടതാണ്. പെരിന്തൽമണ്ണ താലൂക്കിലെ മുഴുവൻ റവന്യൂ ജീവനക്കാരുടെയും വില്ലേജ് ഓഫീസർമാരുടെയും വില്ലേജിലെ മുഴുവൻ ജീവനക്കാരുടെയും ശ്രമഫലമായിട്ടാണ് ഇത്തരം ഒരു അവാർഡ് നേടാൻ കഴിഞ്ഞത്. ഈ അവാർഡ് നമ്മളെ പെരിന്തൽമണ്ണയുടെ കൂടിയ അവാർഡായിട്ട് ഞാൻ പരിഗണിക്കുകയാണ്. കൂടുതൽ ജനോപകാരപ്രദമായ കാര്യങ്ങൾ നടത്താൻ കഴിയും. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഈ അവാർഡ് ലഭിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ 3 വർഷമായിട്ട് പെരിന്തൽമണ്ണ താലൂക്കാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ റവന്യൂ കളക്ഷൻ നേടിയത്. അതിൻ്റെ പുരസ്കാരം നമുക്ക് ജില്ലാ കളക്ടറിൽ നിന്ന് ലഭിച്ചിരുന്നു. അതേപോലെ കെട്ടിട നികുതി, ലീസ് തുടങ്ങിയ നേടിയെടുക്കുന്നതിൽ പെരിന്തൽമണ്ണ താലൂക്ക് മികച്ച വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 1998 താലൂക്കിൽ ക്ലർക്കായാണ് എ വേണുഗോപാൽ സർവീസിൽ പ്രവേശിച്ചത്. 2014 മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയിരുന്നു. മികച്ച രീതിയിലുള്ള റവന്യൂ പിരിവ്, പൊതുജന സേവനം എന്നീ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് മികച്ച തഹസിൽദാറായി പരിഗണിച്ചത്. ജനങ്ങൾക്ക് പരമാവധി സേവനങ്ങൾ സമയബന്ധിതമായി നിർവഹിക്കാൻ ശ്രമിക്കുമെന്ന് എ വേണുഗോപാൽ പറഞ്ഞു. സമയബന്ധിതമായ സേവനങ്ങൾ നൽകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് നമ്മൾ പരമാവധി പരിശ്രമിക്കാറുണ്ട്. ജനങ്ങൾക്ക് യാതൊരുവിധ പ്രയാസവുമില്ലാതെ സർട്ടിഫിക്കറ്റുകളാണെങ്കിൽ മറ്റ് ഏത് സേവനങ്ങളാണെങ്കിൽ നമുക്ക് സമയബന്ധിതമായിട്ട് നൽകാൻ കഴിയുന്നുണ്ട്. അതും ഒരു പക്ഷേ ഈ അവാർഡ് നിർണയത്തിന് ഭാഗമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതേപോലെ നമ്മൾ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ, SIRുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പെരിന്തൽമണ്ണ മണ്ഡലത്തിലും മങ്കട മണ്ഡലത്തിലും മലപ്പുറം മണ്ഡലത്തിലും ഒക്കെ വളരെ കാര്യക്ഷമമായിട്ട് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനും ഈ ഇവിടുത്തെ റവന്യൂ ജീവനക്കാരുടെയും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയും പൊതുജനങ്ങളുടെയും പിന്തുണ വളരെ നല്ല രീതിയിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ട് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജനിൽ നിന്നും പുരസ്കാരം സ്വീകരിക്കും. പെരിന്തൽമണ്ണ EMS മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ 150 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച പുതിയ രജത ജൂബിലി കെട്ടിട സമുച്ചയം നാടിന് സമർപ്പിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ഈ അത്യാധുനിക സമുച്ചയം മികച്ച ചികിത്സാ സൗകര്യങ്ങളോടെ ഇപ്പോൾ ജനങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു. കൂടെയുണ്ട് കരുതലായി.